തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വുഡൻ റീപ്പറാണ്. ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 25 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് ഏകദേശം 7 അടി ഉണ്ടാവും. അങ്ങനത്തെ വുഡൻ റീപ്പേഴ്സ് നമ്മൾ വാങ്ങിയിട്ട് അതിനെ ആദ്യം ഇതുപോലെ 50 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഏകദേശം 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 9 പീസസാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 4 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കട്ട് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഇത് 32 സെൻറ്റിമീറ്ററിൻ്റെ വുഡൻ റീപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ആവശ്യമുള്ള 4 വുഡൻ റീപ്പറാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കണക്ക് പറയാം. നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് 50 സെൻറ്റിമീറ്ററാണ്. അത് ഏകദേശം 4 പീസാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ കാണുന്നത് 30 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അത് നമ്മൾ 9 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് കാണുന്നത് 32 സെൻറ്റിമീറ്ററാണ്. അത് നമുക്ക് 4 പീസാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നു. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പശയാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഫെവിബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പശയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏത് ഗം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്യുഫിക്സോ വേറെ അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് ഒട്ടുന്ന ഏത് പശയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ചുള്ളാനി കൂടെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബേസാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഈ കാണുന്നതാണ് 50 സെൻറ്റിമീറ്റർ, ഈ കാണുന്ന 30 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇത് 30 ഇത് 50. അതുപോലെയാണ് നമ്മൾ ആദ്യം ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ഒട്ടിക്കാം. ഈ ഫെവിബോണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ. അങ്ങനെ നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തായിട്ട് നമ്മൾ അതേപോലെ തന്നെ വേറൊരു ഫ്രെയിം കൂടെ ഉണ്ടാക്കണം. കാരണം ഒന്ന് താഴെ വയ്ക്കാനും ഒന്ന് ടോപ്പിൽ വയ്ക്കാനുമാണ്. നമുക്ക് ആദ്യം ഈ 2 ഫ്രെയിമും നന്നായിട്ടൊന്ന് ഉണ്ടാക്കി ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ചുള്ളാണി അടിച്ചു കൊടുക്കാം ഒരു ബലത്തിനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് ആദ്യം അടിക്കാം ചുള്ളാണി. അങ്ങനെ 2 ഫ്രെയിമും ഇതുപോലെ ആണിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാ സൈഡും നമ്മൾ കറക്റ്റ് ആണിയൊക്കെ അടിച്ച് ഒന്നുകൂടെ പശ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 30 സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ എടുത്തു വെച്ച പീസസ് ഇതിൻ്റെ നടുവിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 അറ്റങ്ങളുണ്ട്. 4 അറ്റങ്ങളിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 പീസസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പിലുള്ള ഫ്രെയിമും ബോട്ടം ഉള്ള ഫ്രെയിമും ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഗമ്മൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കയറും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബലത്തിനായിട്ട്. അതിനുശേഷം നമ്മൾ 32 സെൻറ്റിമീറ്ററിൻ്റെ ഇതുപോലെ 2 പീസസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. 2 പീസ് നമ്മൾ ഒരു സൈഡ് കൊടുക്കുന്നു, വേറെ 2 പീസ് നമ്മൾ അടുത്ത സൈഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇവിടെ ആയിട്ടൊരു 10 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു പീസ് കൂടെ വെച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ടിന് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 2 സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് നമ്മളൊരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു റൂഫിനായിട്ട് ബാക്കി 30 സെൻറ്റിമീറ്ററിൻ്റെ കുറച്ച് എക്സ്ട്രാ പീസസ് കൂടെ നമ്മൾ വെട്ടിയെടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൂടെ ഇതുപോലെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുകളിലായിട്ടാണ് വൈക്കോലൊക്കെ ഇടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വൈക്കോൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ തങ്ങി നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3 പീസ് വീതം ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെയും കൂടെ നമ്മൾ കുറച്ച് 30 സെൻറ്റിമീറ്ററിൻ്റെ പീസസ് വെച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ബാക്കി വന്ന, അതായത് വേസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് പീസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു പീസസ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഒരു കവറായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാക്കി വന്ന പീസസ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും റൂഫ് ഫുള്ളായി കവർ ചെയ്തു. അതിനുശേഷം ഒരു സൈഡ് ഫുള്ളായിട്ട് ഒരു മതിൽ പോലെ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് മൊത്തം ഇതുപോലെ വേസ്റ്റ് വന്ന ചെറിയ ചെറിയ പീസസ് ആണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡായിട്ട് 30 സെൻറ്റിമീറ്ററിൻ്റെ പീസ് വെച്ച് താഴോട്ട് ഇങ്ങനെ ഉറപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം മറ്റേ സൈഡ്, ഈ ഒരു സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് 50 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ടാണ് നമ്മളുടെ വൈക്കോലും കാര്യങ്ങളൊക്കെ വരിക. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന് മുകളിൽ ചെറിയൊരു ഷീറ്റോ എന്തെങ്കിലും ജസ്റ്റ് വിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിനായിട്ട് 2 പീസസ് കൂടെ കൊടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ടേബിളിൻ്റെ മുകളിലോട്ട് മാറ്റാം. ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വൈക്കോല് ഇതുപോലെ മുകളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ വൈക്കോലൊന്നും അധികം ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇതുപോലെ നീറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ടോയ്സ്, സ്റ്റാർസ്, അതുപോലെ ബാക്കി ബോൾസും എല്ലാം തന്നെ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.